മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നടന്ന തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ വലിയ പരാജയം മഹാവികാസ് അഘാഡിക്കുണ്ടായി. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അവർ പക്ഷേ പുറത്തുനിന്ന് മഹാരാഷ്ട്രയിലെ പോരാട്ടം കണ്ടുനിന്ന ആളുകൾ പോലും മഹാവികാസ് അഘാഡിക്ക് ഇത്ര വലിയൊരു ദുരന്ത സമാനമായ പരാജയം ഉണ്ടാകുമെന്ന് വിചാരിച്ചതേയില്ല. പല കോൺട്രവേഴ്സീസും ഇപ്പോൾ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ജാർഖണ്ഡിലാവട്ടെ വർഗീയതയുടെ പരമാവധിയിൽ പാറ്റിയെങ്കിലും അവർക്ക് BJPക്ക് അങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞുമില്ല. മഹാരാഷ്ട്രയിലെ പരാജയത്തിൻ്റെ ഉള്ളുകളികൾ എന്തായിരിക്കും? ഒരുപക്ഷെ ഹരിയാനയ്ക്ക് ശേഷം ഇത്രയും ഞെട്ടിക്കുന്ന ഒരു തോൽവി BJP വിരുദ്ധ സഖ്യത്തിനുണ്ടാവുന്നത് ഇപ്പോഴായിരിക്കും തോന്നുന്നു. അജിംസ് എന്താണ് തോന്നുന്നത്? എന്തായിരിക്കും മഹാരാഷ്ട്രയിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഈ മഹാരാഷ്ട്ര റിസൾട്ട് വന്നപ്പോൾ തന്നെ രാവിലെ സഞ്ജയ് റാവത്ത് പറഞ്ഞു കുച്ച്തോ ഗഡ്ബഡ് ഹേ, എന്തോ പ്രശ്നമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം EVM-ൽ എന്തോ കുഴപ്പമുണ്ടെന്നാണുള്ള ആളുകൾ വായിക്കുക. അങ്ങനെ EVM-ൽ എന്തെങ്കിലും കളി കളിച്ചിട്ട് ജയിച്ച മാതിരിയല്ല, ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് ഈ മഹായുദ്ധി സഖ്യത്തിന് നേടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ EVM സംശയിക്കുന്ന വോട്ടിംഗ് ക്രമക്കേട് സംശയിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കണക്കിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ബഹുഭൂരിഭാഗം മണ്ഡലങ്ങളിലും 1000-1500 വോട്ട്, 1000-ൽ താഴെ വോട്ടിനൊക്കെ BJP ജയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലാണ് ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപിക്കുന്നത്. ഇതങ്ങനെയല്ല, വലിയ ഭൂരിപക്ഷത്തിലാണ് മഹായുദ്ധിയുടെ ആളുകൾ ജയിച്ചിട്ടുള്ളത്. അത് ശിവസേന ഔദ്യോഗിക വിഭാഗമാകട്ടെ BJP ആകട്ടെ. BJPക്ക് വലിയ നേട്ടം, ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് 90% അബോവ് സ്ട്രൈക്ക് റേറ്റ് ഉള്ളൊരു പാർട്ടിയാണ് ഇന്ന് മഹാരാഷ്ട്രയിൽ BJP എന്നുകൂടി കാണുക. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാവുകയും മാസങ്ങൾക്ക് ശേഷം ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എങ്ങനെ BJP ജയിച്ചു കയറുകയും ചെയ്യുന്നുള്ളത് കോൺഗ്രസും ഇന്ത്യ സഖ്യവും പഠിക്കേണ്ടതാണ്. അതിന് ഒന്നാമത്തെ കാരണം ഫ്രീ ബീസ് എങ്ങനെ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ആവുന്നതാണ്. അത് മധ്യപ്രദേശിൽ കോൺഗ്രസ് കണ്ടതാണ്. എങ്ങനെയാണ് അവിടുത്തെ ലാഡ്ലി ബഹന യോജന എങ്ങനെയാണ് അവിടെ വർക്കൗട്ട് ആയതെന്നുള്ള കോൺഗ്രസ് മനസ്സിലാക്കിയതാണ്. മധ്യപ്രദേശിൽ കോൺഗ്രസ് ഇതാ ജയിക്കാൻ പോകുന്നു എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ സ്ത്രീകളെ ആകർഷിക്കുന്ന ഒരു പദ്ധതിയിലൂടെ ആ വോട്ട് തിരിച്ചു പിടിക്കുകയും കൂളായിട്ട് BJP ജയിച്ചു കയറുകയും ചെയ്തു. ഇവിടെയും അതുതന്നെയാണ് പ്രയോഗിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ തങ്ങൾക്ക് തിരിച്ചടിയായത് എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ആ പഴുതുകൾ അടയ്ക്കുകയും ചെയ്തു BJP സഖ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് മറാത്ത സംവരണ വിവാദമാണ്. മറാത്ത സംവരണ വിവാദത്തിൽ മറാത്തകൾക്കെതിരായി എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ സംവരണം തരില്ല എന്ന് പറയുകയോ ഒന്നും അവർ ചെയ്തില്ല. അതിനെ അഡ്രസ്സ് ചെയ്യുകയും അത് പരിഹരിച്ചോ ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യുകയും ആ പ്രക്ഷോഭത്തെ തണുപ്പിക്കാനും അവർ ശ്രമിച്ചു. ഒന്ന്. അപ്പോൾ ഈ മറാത്ത വികാരം കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറിയെങ്കിൽ ഇത്തവണ അതിനെ അവർ തിരിച്ചിട്ടു. എങ്ങനെയാണ്? മറാത്തകൾ സംവരണം കൊടുത്താൽ മറ്റ് OBC വിഭാഗങ്ങളുടെ സംവരണം കുറയും. ഇതിനെ ഏക് ഹേ തോ സേഫ് ഹേ, അതായത് OBC വോട്ടുകൾ സ്പ്ലിറ്റ് ആവാതെ ഞങ്ങൾക്ക് വോട്ട് തരിക. നിങ്ങൾ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ മറാത്തകൾ അവിടെ കയറിയിരിക്കും, നിങ്ങളുടെ സംവരണം കുറയും. അതായത് ധ്വനികളിലൂടെ മുദ്രാവാക്യങ്ങൾ ഇൻഡയറക്റ്റായിട്ടും പ്രസംഗങ്ങളിൽ ഡയറക്റ്റായിട്ടും ഇത് തന്നെയാണ് ചെയ്തത്. ഒരു വശത്ത് ഈ മുദ്രാവാക്യം കോയിൻ ചെയ്യുന്നു, മറുവശത്ത് യോഗി ആദിത്യനാഥിനെ ഈ വിഷയത്തിൽ അഴിച്ചുവിടുന്നു. അപ്പോൾ OBC വിഭാഗങ്ങൾ മുഴുവനായി വോട്ട് ബാങ്ക് BJPക്ക് അനുകൂലമായി. കാരണം മറാത്തകൾക്ക് സംവരണം കൊടുത്താൽ നമ്മുടെ സംവരണം കുറയും എന്നുള്ളത്. മറ്റൊന്ന്, മുസ്ലിം വിരുദ്ധ വർഗീയ പരാമർശങ്ങൾ. എന്താണ്? ബാട്ടേകാത്തോ കാട്ടേക, ഭിന്നിച്ചു നിന്നാൽ നിങ്ങളുടെ തലയറക്കും. ഇത് പച്ചയ്ക്ക് ഇതാണ് പറയുന്നത്. ഇത് യോഗി ആദിത്യനാഥ് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ഈ മുദ്രാവാക്യങ്ങളാണ് പ്രസംഗത്തിലുടനീളം ഉപയോഗിച്ചത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു ഹിന്ദു കൺസോളിഡേഷൻ്റെ ഡിവിഡൻഡ് തീർച്ചയായിട്ടും BJPക്ക് കിട്ടി. ഇപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ക്ഷേമ പദ്ധതി. 2, ഈ മറാഠ സംവരണ വിഷയം. 3, വർഗീയ പരാമർശങ്ങൾ. വർഗീയ പരാമർശങ്ങൾ വഴി BJPക്ക് കിട്ടേണ്ട കോർ വോട്ടുകളെ സംരക്ഷിച്ച് നിർത്തുന്നു. മറുവശത്ത് OBC വോട്ടുകളെ ഏകീകരിച്ച് അവർ ജയിച്ചു കയറുന്നു. ഇത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാം, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. ഇത് വളരെ ബ്രില്യൻറ്റ് ഗെയിമാണ്. ഈ ഗെയിം കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ ഇനിയില്ല. കാരണം അത് ഇല്ല എന്നുള്ളത് ഹരിയാനയിൽ നമ്മൾ കണ്ടാണ്. ഹരിയാനയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് നേടിയ കോൺഗ്രസ് അവിടെ തോറ്റമ്പുകയാണ് ഉണ്ടായത്. ഇവിടെയും സമാനമായ ഇത് ആവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ആവർത്തിക്കുമ്പോൾ ഇവർ അന്തം വിട്ടു പോവുകയാണ്. ഈ കളി എന്താണ്, ഈ ഗെയിം എന്താണെന്ന് മനസ്സിലാവാതെ അന്തം വിട്ടിട്ടാണ് കുച്ച്തോ ഗഡ്ബഡ് ഹേ എന്ന് സഞ്ജയ് റാവത്തിന് പറയേണ്ടി വരുന്നത്. പക്ഷേ കോൺഗ്രസ് ഇതുവരെ EVM-നെ കുറ്റം പറയുകയോ വോട്ടിംഗ് ക്രമക്കേടുണ്ടെന്നോ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അത് വോട്ടിംഗ് ക്രമക്കേടല്ല, ഇതാണ് എലക്ഷനിയറിംഗ്. എലക്ഷനിയറിംഗ് എന്താണ് എന്ന് കോൺഗ്രസ് ഇനി BJPയിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണോ ചെയ്യേണ്ടത്, വോട്ട് വരുത്താൻ, അതിന് വർഗീയതയെങ്കിൽ വർഗീയത, ഫ്രീ ബീസിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്ത പാർട്ടിയാണ് BJP. അതേ BJP തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഫ്രീ ബീസ് കൊടുത്തുകൊണ്ട് സ്ത്രീ വോട്ടുകളെ ആകർഷിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ ജയിക്കാൻ എന്ത് ചെയ്യണോ അത് ചെയ്യുക. അത് വർഗീയതയാവട്ടെ, ഫ്രീ ബീസ് ആവട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ആവട്ടെ, എന്ത് ചെയ്തും വോട്ട് നേടുക. ജയിച്ച് തോറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് കുച്ച്തോ ഗഡ്ബഡ് ഹേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, മഹാരാഷ്ട്ര ഇലക്ഷനെ കുറിച്ച് പത്രക്കാർ അഭിപ്രായം ചോദിച്ചപ്പോൾ ഇന്ന് KC വേണുഗോപാലിൻ്റെ ആദ്യത്തെ കമൻ്റ് എന്ന് വെച്ചാൽ അവിശ്വസനീയം എന്നാണ്. ശരിക്കും അവിശ്വസനീയമാണ്. 288 സീറ്റുള്ള ഒരു അസംബ്ലിയിൽ 244 സീറ്റും ഒരു മുന്നണി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടാകാൻ പോകുന്നില്ല, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഔദ്യോഗികമായിട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. അത്രയും മാരകമായിട്ടുള്ള പ്രഹരണമായിട്ടിരിക്കുന്നത്.
മഹാരാഷ്ട്രയിലെ വിജയത്തിൻ്റെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ബോംബെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഇക്കണോമിക് പവർ ഹൗസാണ്. അവിടെ നിന്നാണ് കാശ് വരേണ്ടത്. രാജ്യം മൊത്തം പാർട്ടിയെ ചലിപ്പിക്കാനുള്ള കാശ് അവിടെ നിന്നാണ് വരേണ്ടത്. അത് ഭരണമില്ലാത്തൊരു ടീമിന് ആ കാശ് അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഈ ഞാൻ പറയുന്ന മഹാരാഷ്ട്രയിൽ മാത്രമല്ല തിരിച്ചടി, ഇനിയുള്ള കാലത്തും അതിൻ്റെ ആഘാതങ്ങളുണ്ടാവും. എന്തുകൊണ്ട് സംഭവിച്ചു? ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഇലക്ഷനിൽ 66.6% പോളിംഗ്. ആ പോളിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ 30 വർഷത്തെ ഏറ്റവും വലിയ പോളിംഗാണ്. 2014 മോഡി തരംഗം ഉണ്ടാകുന്ന ആ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതിലാണ് ഭയങ്കരമായ പോളിംഗ് മൊത്തത്തിൽ ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണത്. അതിലുണ്ടായതിനേക്കാൾ കഴിഞ്ഞ 30 വർഷത്തെ ഏറ്റവും വലിയ പോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഫാക്ടർ ഉണ്ടാവണമല്ലോ. എന്തുകൊണ്ടാണത്? അപ്പോൾ അത് നേരത്തെ അജിംസ് പറഞ്ഞ ഈ സ്ത്രീ വോട്ടർമാർ, ഈ വർധനവിലെ 60% സ്ത്രീകളാണെന്നും പറയുന്നുണ്ട്. ഈ ലഡ്കി ബഹിനി യോജന എന്ന് പറയുന്ന സ്കീം ഏക്നാഥ് ഷിൻഡെ നടപ്പിലാക്കിയ ആ സ്കീം 1250 രൂപയാണ് മാസത്തിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്നത്, ഈ ദാരിദ്ര്യരേഖ താഴെയുള്ള സ്ത്രീകൾക്ക്. അത് അടുത്ത ഇലക്ഷനിൽ ഇനി അത് 2000 രൂപയാക്കുമെന്നാണ് ഈ ഒരു പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് കോൺഗ്രസ് അത് തിരിച്ചറിയാതെയല്ല, ഇവർ മഹാലക്ഷ്മി യോജന, അത് കോൺഗ്രസിന്റെ ഐഡിയ ആണ്. ഇത് കോൺഗ്രസ് നേരത്തെ രാഹുൽ കഴിഞ്ഞ ഇലക്ഷൻ മാനിഫെസ്റ്റോ സമയത്ത് പറഞ്ഞാണത്. അപ്പോൾ ഇവർ മഹാലക്ഷ്മി യോജന എന്ന് പറഞ്ഞിട്ടൊരു സ്കീം പ്രഖ്യാപിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു 3000 രൂപയോ മറ്റോ എത്രയും ഇതിനേക്കാൾ വലിയ തുകയാണ് അവർ പ്രോമിസ് ചെയ്യുന്നത്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് ഇതുപോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ഒരു 1250 രൂപ ഒരു സർക്കാർ തരും എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് നിഷാദ. ഇപ്പോൾ ഡൽഹിയിൽ സ്ത്രീകൾക്ക് ബസ്സിലെ യാത്ര സൗജന്യമാക്കിയല്ലോ, അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് നമ്മൾ കണ്ടതല്ലേ. സ്വതന്ത്രമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് പണിക്ക് പോകാം, കയ്യിൽ കാശില്ലെങ്കിലും എനിക്ക് പണിക്ക് പോകാൻ പറ്റും, പണിയെടുത്ത് വൈകുന്നേരം കാശുമായിട്ട് തിരിച്ചു വരാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം സ്ത്രീകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് ഈ ലഡ്കി ബഹിനി യോജന എന്ന് പറയുന്ന ആ സ്കീം വളരെയധികം വർക്ക് ചെയ്തു എന്നുള്ളതാണ് പൊതുവായിട്ട് വരുന്ന വിശകലനങ്ങൾ. പിന്നെ ഈ പറഞ്ഞ ഒരു സോഷ്യൽ എൻജിനീയറിങ് എന്ന് പറയുന്ന സംഗതി, അത് ആ കല ഏറ്റവും കൈവശമുള്ള ടീമാണ് BJP എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഏരിയ അവർ ശ്രദ്ധിക്കാറേ ഉണ്ടായിരുന്നില്ലല്ലോ. കുറേ സവർണ നേതാക്കന്മാർ അവർ OBC-കാരുടെയും മുസ്ലിങ്ങളുടെയും സവർണൻ്റെയൊക്കെ വോട്ട് കുറേ അധികം മേടിച്ച് ഇങ്ങനെ കുറേ കാലം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്നും ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്കക്കാരും ദലിതരും മുസ്ലിങ്ങളും അവരെല്ലാം അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി അതായിരിക്കണം എന്ന ചിന്ത പോലും, എന്നാൽ ആലോചന പോലും കോൺഗ്രസ്സിൽ എപ്പോഴാണ് വരുന്നത്? ഈ പറയുന്ന 2014 ശേഷം. അതും രാഹുൽ ഗാന്ധിയാണ് അതേക്കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന ജാതി സെൻസസ് എന്ന് പറയുന്ന ആശയം പോലും വരുന്ന അവിടെ നിന്നാണ്. കാരണം ഏതൊക്കെ സാമൂഹ്യ വിഭാഗങ്ങൾ, അവരുടെ അവസ്ഥ എന്താണ്, അവരെവിടെ നിൽക്കുന്നു, അവരുടെ യഥാർത്ഥ പോപ്പുലേഷൻ എന്താണ്, ആ പോപ്പുലേഷൻ അനുസരിച്ചുള്ള റെപ്രസെൻറ്റേഷൻ അവർക്കുണ്ടോ. ജിത്ന ആബാദി ഉത്ന ഹക്ക് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവനയുണ്ട്. അത് ഇന്ത്യയിൽ സാധ്യമായ BJP-ക്കെതിരായിട്ടുള്ള ഏറ്റവും പോസിബിളായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ് ജിത്ന ആബാദി ഉത്ന ഹക്ക് എന്ന് പറയുന്നത്. പക്ഷേ അതിന് ഒരു രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നതിലപ്പുറം പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ കോൺഗ്രസ് ഇതുവരെ കടന്നിട്ടില്ല. കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല, അതിൻ്റെ ഘടകകക്ഷികൾക്കും സാധിക്കുന്നില്ല. അത് മനോഹരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിൽ എപ്പോഴും ഇവർ വിജയിക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഘടകകക്ഷികളെപ്പോലും നമ്മളിപ്പം മഹായുതി സഖ്യം എന്ന് പറയുമ്പോൾ BJP, ശിവസേന, NCP, അജിത് പവാർ, NCP, ഈ 3 പാർട്ടികൾ മാത്രമല്ല നിഷാദെ, വേറെയും കുറേ ചെറിയ പാർട്ടികളുണ്ട്. ഈ ചെറിയ പാർട്ടികൾ എന്തിനാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്? അവരെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ സാമൂഹ്യ വിഭാഗങ്ങളുണ്ടാവും, അതിനെ കൂടെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇത്ര വോട്ടുണ്ടോ, അവർക്ക് എന്ത് ഫലം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവരുടെ വോട്ടോ അവരുടെ രാഷ്ട്രീയ ശക്തിയല്ല, ആ സാമൂഹ്യ വിഭാഗങ്ങൾ സംസ്ഥാനത്ത് ആകെ ചിതറിക്കിടക്കുന്നുണ്ടാവും. അവരെ ഈ ഫോൾഡിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ എൻജിനീയറിങ്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ആകെ സാധ്യതയുള്ള രാഷ്ട്രീയം അതാണ്. അതൊരു വസ്തുത എന്നുള്ളവർക്ക് രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനൊരു പൊളിറ്റിക്കൽ പ്രാക്ടീസായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ കോൺഗ്രസ് ഇനിയും അതിൻ്റെ ഒരു ത്രഷോൾഡ് പോലും കടന്നിട്ടില്ലെന്നാണ് നമ്മൾ കാണേണ്ടത്. ഹരിയാനയിൽ ഇത് തന്നെ സംഭവിച്ചത്. ഹരിയാനയിൽ കോൺഗ്രസ് ജാട്ടുകൾക്കിടയിലുള്ള റിസൻമെൻറ്റ് എൻകാഷ് ചെയ്യാനാണ് ശ്രമിച്ചത്. അവിടെ BJP എന്താ ശ്രമിച്ചത്? ജാട്ടിതര വിഭാഗങ്ങളെ
ഗംഭീരമായിട്ട് കൺസോൾട്ടേറ്റ് ഇതേ സാധനമാണ് മഹാരാഷ്ട്രയിലും വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഓഫ് കോഴ്സ് ഈ EVM-ഉമായി ബന്ധപ്പെട്ട് അവർ ചില കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ചില പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അത് ആളുകൾ ഡൈജസ്റ്റ് ചെയ്യില്ല. കാരണം നിങ്ങൾ തോക്കുമ്പോൾ മാത്രം ഇത് പറയുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പരിഹസിക്കപ്പെടും. അപ്പോൾ ഇപ്പോൾ തന്നെ ജാർഖണ്ഡിൽ വിജയിക്കുന്നുണ്ട്. ജാർഖണ്ഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ജാർഖണ്ഡ് ഈ പറയുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ മഹാരാഷ്ട്രയിൽ നടന്നതിൻ്റെ 100 ഇരട്ടിയാണ് അവിടെ നടന്നത്. ആ കുപ്രസിദ്ധമായ വീഡിയോ നിഷാദ് കണ്ടിരുന്നു. മുസ്ലിം ഒരു വളരെ ഭംഗിയുള്ള വൃത്തിയുള്ള, ശ്രദ്ധിക്കണം അതിൽ ആളുകൾ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ശ്രദ്ധിക്കുക. ആ ഹിന്ദു ഭവനം, അവിടെയുള്ള കുട്ടികൾ വളരെ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നന്നായി മേശയ്ക്ക് ചുറ്റും ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ വൃത്തിഹീനമായ വസ്ത്രം ധരിച്ച മൂക്കള ഒലിപ്പിക്കുന്ന കുറേ അധികം കുട്ടികളുമായിട്ട് ഒരു മുസ്ലിം കുടുംബം ഇരച്ച് കയറി വരികയാണ്. ഒരു ഇലക്ഷന് വേണ്ടി ഇറക്കിയ ക്യാമ്പയിൻ, ഒരു പ്രചാരണ മെറ്റീരിയലാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് മാത്രമല്ല, അവിടെ ഹിമന്ത് ബിശ്വ ശർമ്മയൊക്കെയാണ് അവിടെ ചാർജ് കൊടുത്തിരുന്നത്. ഇന്ത്യയിൽ BJPയുടെ ദ മോസ്റ്റ് വെനമസ് ലീഡർ എന്ന് പറയാവുന്ന ലീഡറാണ്. അദ്ദേഹത്തിനാണ് ജാർഖണ്ഡിൽ ചാർജ് കൊടുത്തിരുന്നത്. പുള്ളി എല്ലാ ദിവസവും ഇത്തരം വിഷപ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അസമിൽ അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ജാർഖണ്ഡ് ചെയ്തത്. ഒരു മുസ്ലിം ടേക്ക് ഓവർ സംഭവിക്കാൻ പോവുകയാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. നിഷികാന്ത് ദുബെ അവിടെ നിന്നുള്ള പാർലമെൻറ്റ് അംഗമാണ്. അദ്ദേഹം മുസ്ലിം ജനസംഖ്യ നമ്മളെ മറികടക്കാൻ പോവുകയാണെന്ന് പ്രസ്താവിക്കുന്നു. നോക്കണം, 15% മാത്രമാണ് ജാർഖണ്ഡ് മുസ്ലിം ജനസംഖ്യ. പക്ഷേ ഇതൊക്കെ ആയിട്ടും അവിടെ വിജയിച്ചില്ല. മാത്രമല്ല ഗംഭീരം മഹാരാഷ്ട്രയിൽ BJP സഖ്യം നേടിയ വിജയത്തിന് ഏതാണ്ട് അതേമാതിരിയുള്ള വിജയം തന്നെയാണ്. 50-ൽ പരം സീറ്റ് അവിടെ ഇന്ത്യ സഖ്യം നേടിയിരിക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ബീഹാർ, ജാർഖണ്ഡ് ആ പ്രദേശങ്ങളിലെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പ് പറയുന്നത് ബീഹാറിൻ്റെ ഭാഗമായിരുന്നല്ലോ ജാർഖണ്ഡ്. നമ്മളിപ്പോൾ ഈ പശു ബെൽറ്റ് എന്ന് പറയുന്ന അല്ലെ ഗംഗാ സമതല പ്രദേശം എന്ന് പറയുന്ന ആ മൊത്തം ഏരിയ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ BJPക്ക് ഒരു മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് ബീഹാർ. നമ്മൾ ഇതുവരെ BJPക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ബീഹാർ ജാർഖണ്ഡ് ബെൽറ്റ് എന്ന് പറയുന്നത് പഴയ ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒരു തട്ടകമാണ്. അതിൻ്റെ ഒരു ലെഗസി ഇപ്പോഴും ആ ജനത കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതിനേക്കാൾ വർഗീയ പ്രചാരണം നടന്നത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലായതുകൊണ്ട് ദേശീയ മാധ്യമങ്ങളിലൊന്നും അധികം വന്നിട്ടില്ലെന്നാണ്. നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വിഷപ്രചാരണം അവിടെ നടന്നു. പക്ഷേ ജാർഖണ്ഡിൽ അത് വിജയിച്ചിട്ടില്ല എന്നതുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തായാലും മഹാരാഷ്ട്രയിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പോൾ കേവലമായ ഒച്ചപ്പാടുകൾക്കപ്പുറത്ത് ഇന്ത്യയിലെ സങ്കീർണമായ സാമൂഹ്യ ക്രമത്തിനകത്ത് എങ്ങനെ തന്ത്രപരമായി ഇടപെടാമെന്ന ഒരു രാഷ്ട്രീയ പദ്ധതി കൂടി ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും കഴിഞ്ഞാൽ മാത്രമേ പ്രതിപക്ഷത്തിന് BJPയുടെ ഈ വലിയ രൂപത്തെ കൈകാര്യം ചെയ്യാൻ പറ്റൂ. അത് അവർക്ക് മനസ്സിലാവട്ടെ, ആവർത്തിച്ചുള്ള പരാജയങ്ങൾ. നമുക്ക് ഇനി മറ്റന്നാൾ ഇരിക്കാം. നമസ്കാരം.